ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല ഭംഗിയുള്ളൊരു ഡസ്റ്റക്കർ ഉണ്ടാക്കിയാലോ, ഒരു മിനി സൈക്കിൾ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇതേപോലൊരു കാലിപ്പെട്ടിയാണ് ആദ്യം വേണ്ടത്. എന്നിട്ട് അത് നമുക്ക് എത്ര നീളത്തിലാണോ വേണ്ടത് ആ അളവിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിഷ്ടമുള്ള കളറിലുള്ള യാൺ ഉപയോഗിച്ച് അതേപോലെ ചുറ്റി ചുറ്റി പെട്ടി ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതിൽ ഫസ്റ്റത്തെ ആ ലൈനൊന്ന് ചുറ്റിയെടുക്കാനും പിന്നെ ലാസ്റ്റത്തെ പോർഷനിലും മാത്രമാണ് നമ്മൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത പോർഷനിലൊക്കെ വെറുതെ ചുറ്റി കൊടുത്താൽ മതി. ഇനി ഇതിന് കുറച്ചും കൂടി ഒന്ന് ഭംഗി വരുത്താനായിട്ട് വൈറ്റ് ലേസ് അതേപോലെ മുകൾ ഭാഗത്തായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാസ്ക്കറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സൈക്കിളിൻ്റെ വീൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ വേണ്ടത് പേപ്പർ ഗ്ലാസ് ആണ്. 4 ഗ്ലാസ്സസ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഗ്ലാസിൻ്റെ താഴത്തെ പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോന്നിൻ്റെയും ഉള്ളിലായിട്ട് സ്കെച്ച് പെൻ ഉപയോഗിച്ച് ഇതേ രീതിയിൽ ലൈൻ വരച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ബ്ലാക്ക് കളർ പെയിൻറ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബോർഡർ കളർ ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാ വീലുകളും ഒരേപോലെ തന്നെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈക്കിളിൻ്റെ ബാക്കിയുള്ള പാർട്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പേപ്പർ എടുക്കുക. ഇനി ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് പേപ്പറിൻ്റെ കോർണറിൽ നിന്ന് ഇതേ രീതിയിലൊന്ന് ചുരുട്ടി കൊടുക്കാം. ഈ പാർട്സൊക്കെ ചെയ്തെടുക്കാൻ നമുക്ക് A4 ഷീറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ. പകരം പഴയ നോട്ട്ബുക്കിൻ്റെ പേജോ ന്യൂസ് പേപ്പറോ എന്തായാലും മതി. കാരണം ഇതിന് മുകളിലൂടെ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫുൾ പേപ്പർ ചുരുട്ടിയെടുത്തതിന് ശേഷം സ്റ്റിക്ക് മാറ്റി അതിൻ്റെ എൻ പോർഷൻ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഇതുപോലത്തെ 5 പീസസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ചെയ്തെടുത്ത എല്ലാ പാർട്സും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ആദ്യം ബാസ്ക്കറ്റിൻ്റെ 2 സൈഡിലുമായിട്ട് ഇതേ രീതിയിൽ വീല് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ബാസ്ക്കറ്റിൻ്റെ താഴെയായി 2 വീലിൻ്റെയും സെൻറ്ററിൽ നമ്മൾ നേരത്തെ ചുരുട്ടിയെടുത്ത പേപ്പറുകളില്ലേ, അതിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ബാക്കിയുള്ള 2 വീലുകളും ഇതേ രീതിയിലൊന്ന് ചേർത്ത് ഒട്ടിച്ചെടുക്കാം. ഇനി ഓരോ പേപ്പർ സ്റ്റിക്കും വീലിൻ്റെ 2 സൈഡിലുമായിട്ട് ഒട്ടിച്ചെടുക്കാം. നമുക്ക് എത്ര ലെങ്തിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള അളവിൽ വേണം പേപ്പർ സ്റ്റിക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ബാക്കിയുള്ള വീല് നമ്മളിപ്പോൾ ഒട്ടിച്ചെടുത്ത പേപ്പർ സ്റ്റിക്കുകളുടെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. വീണ്ടും ഒരു പേപ്പർ സ്റ്റിക്ക് എടുക്കുക. എന്നിട്ട് അത് ഈക്വൽ ഹാഫായിട്ട് മടക്കിയെടുക്കാം. അതിൻ്റെ 2 സൈഡും ഫ്രണ്ട് വീലിലേക്ക് ഒട്ടിച്ചിട്ടുള്ള പേപ്പർ സ്റ്റിക്കിൻ്റെ മുകളിലായിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്.
ഇനി വീണ്ടും ഒരു പേപ്പർ സ്റ്റിക്ക് കൂടി എടുക്കുക. അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത ഭാഗം മുകളിലേക്കും അടുത്ത സൈഡ് താഴെ ബാസ്ക്കറ്റിൻ്റെ സെൻറ്ററിലേക്കുമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അടുത്തതായിട്ട് പേപ്പർ സ്റ്റിക്കിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഹാൻഡിലായിട്ട് ഇതേ രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഒട്ടിച്ചെടുത്ത സൈക്കിളിൻ്റെ എല്ലാ പാർട്സും ബ്ലാക്ക് കളർ പെയിൻറ് ഉപയോഗിച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കാം. ഗോൾഡൻ കളർ ബീഡ്സ് കൂടി ഹാൻഡിലിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നമ്മൾ ഈസി ആയിട്ട് ചെയ്തെടുത്ത സൈക്കിൾ? ഇനി നമുക്കിതിൻ്റെ ബാസ്ക്കറ്റിൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള റോസസൊക്കെ ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്താലോ? ഈ റോസസൊക്കെ എങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈക്കിൾ നമുക്ക് ഡെസ്ക് സ്റ്റിക്കറായിട്ടോ പെൻ ഹോൾഡറായിട്ടോ പെൻസിൽ ഹോൾഡറായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെയും പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.